ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു 2 സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പീസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഒരു പച്ചമാങ്ങ ചമ്മന്തി, പിന്നെ രണ്ടാമത്തത് ഒരു വഴുതനങ്ങ ഉപ്പേരിയാണ് കേട്ടോ. നമുക്ക് രണ്ടും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ മാങ്ങ നന്നാക്കി തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കിയിട്ട് ഒരു മിക്സിയിൽ ജാറിലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഉള്ളിയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്, പകരം പച്ചമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം. മുളക് പൊടി ആകുമ്പോൾ കുറച്ചൊന്ന് കളറായിരിക്കും, ചുവന്ന കളർ കിട്ടുമല്ലോ, അതിനാണ് ഞാൻ മുളക് പൊടി ഇട്ടത്. അപ്പോൾ ഞാൻ ഇതേപോലെയുണ്ട് ഞാൻ അരച്ചെടുത്തത്. അതിനുശേഷം അതിൽ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇതിൽ തന്നെ മിക്സർ ജാറിൽ തന്നെ അവിടെ ഉപയോഗിച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇനി വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് വഴുതനങ്ങ ഇതേപോലെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി ചൂടായതിന് ശേഷം ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ അതിൽ ഒരു സവാള നന്നാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം അതിൽ ഉപ്പ് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മസാലപ്പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ നന്നാക്കി വെച്ച വഴുതനങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. വഴുതനങ്ങ പെട്ടെന്ന് വേവണതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് നേരിട്ട് വേവിക്കണ്ട. അപ്പോൾ 5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ വഴുതനങ്ങ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലായപ്പോഴേക്കും ഞാൻ എടുത്തു കേട്ടോ. അധികം ഒടയാൻ നിന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ.